സംടൈംസ് വി ഓൾ ഗെറ്റ് വെരി ബിസി അല്ലേ, നമുക്ക് വല്ലാണ്ട് തിരക്കായി പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുന്നത്, തിരക്കാണെന്ന്. തിരക്കായി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഐ എം ബിസി. അല്ലെങ്കിൽ നമ്മൾ പറയും എനിക്ക് സമയമില്ല, ഐ ഡോണ്ട് ഹാവ് ടൈം. ഇനി ജോലി കാരണം നമുക്ക് ഒരുപാട് ജോലി ഉള്ളത് കൊണ്ട് നമുക്ക് സമയമില്ല എന്നുള്ളതിൻ്റെ ഒരു കൂട്ടം ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ നമുക്ക് ശ്രമിച്ച് നോക്കിയാലോ. ഓക്കെ, ഹിയർ ഇസ് ദ ഫസ്റ്റ് വൺ. ഐ എം സ്നോഡ് അണ്ടർ. ഐ എം സ്നോഡ് അണ്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണിയുണ്ട്, തിരക്കിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആരെങ്കിലും വിളിച്ചു ചോദിക്കും, എന്താ കണ്ടില്ലല്ലോ, വൈ ഹാവ് യു നോട്ട് കം? ഓ, ഐ എം സ്നോഡ് അണ്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എന്നാണ് അർത്ഥം. Let's take a look at another one. ഈ snowed underന്റെ ലിറ്ററൽ സെൻസിലുള്ളൊരു കാര്യം നമുക്ക് പറയാം. You can actually say, oh, I'm buried in work. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ജോലിയിൽ ഞാൻ buried ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. So you can say, I'm buried in work. Another way to express this is that, oh, especially ആരെങ്കിലും do you have time, ഈ ഒരു പ്രോജക്റ്റ് കൂടി ചെയ്യാൻ സമയമുണ്ടോ, അല്ലെങ്കിൽ do you have time എന്ന് ചോദിക്കുമ്പോൾ you can say, oh, my agenda is full. എന്താണ്? മൈ അജൻഡ ഇസ് ഫുൾ. പിന്നെ ഇച്ചിരി തിരക്കാണെന്നാണ് പറയേണ്ടതെങ്കിൽ യു ക്യാൻ സേ, ഓ, ഐ എം ആക്ച്വലി ടൈഡ് അപ്പ്. ടൈഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടു എന്നുള്ളതാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ് അല്ലേ. വിൽ യു ബി ഏബിൾ ടു കം? അപ്പോൾ നമ്മൾ പറയുമോ, നോ, ആക്ച്വലി ഐ എം ടൈഡ് അപ്പ്, ഓർ ഐ എം എ ലിറ്റിൽ ടൈഡ് അപ്പ്, അല്ലെങ്കിൽ ഐ എം റിയലി ടൈഡ് അപ്പ്, ഐ കനോട്ട് കം. Another thing you can say is, ഇത് എസ്പെഷ്യലി ആരെങ്കിലും ഇതുകൂടി ചെയ്യാമോ എന്ന് ചോദിക്കുമ്പം you can say, oh, actually I already have a lot on my plate. I already have a lot on my plate. എൻ്റെ കയ്യിൽ ഓൾറെഡി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതുകൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. Another one you can say is, I'm up to my ears in work. മൂക്ക് വരെ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ I am up to my ears in work. One more thing you can say is, I have a lot on the go. അതായത് കുറേ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റില്ല. I have a lot on the go. So voila, these are some phrases that you can use when you are busy and someone is asking you to come spend time, or when someone is trying to give you more work. നമുക്ക് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ ആരെങ്കിലും പറയുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ജോലി ഇങ്ങോട്ട് തരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വ്യത്യസ്തമായ ഫ്രേസസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ട്രൈ സം ഓഫ് ദീസ്. സബ്സ്ക്രൈബ് ടു ദ ചാനൽ, ലൈക്ക് ദ വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ്. ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെൻറ്റൻസ് ഏതാണെന്നുള്ളത് മെസ്സേജിൽ താഴെ ഡിസ്ക്രിപ്റ്റഡ് ബോക്സിൽ മെസ്സേജസ് ആയിട്ട് ലീവ് ഇറ്റ് ആസ് മെസ്സേജസ് ഫോർ മീ, ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റ. ഗുഡ് ബൈ. നമ്മൾ വല്ലാണ്ട് തിരക്കിലാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? 2-ലാണോ കിടക്കുന്ന വീഡിയോ? അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കാരണം തിരക്കിലാണെങ്കിൽ അജൻഡ ഇസ് ഫുൾ. എന്താണ്? മൈ അജൻഡ ഇസ് ഫുൾ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ് അല്ലേ.